ഹായ് ഗൈസ്, ഡെയിലി ജോബ് അലേർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ നിന്നും ഇൻ്റർവ്യൂ വഴി ഗൾഫ് ജോലി ആഗ്രഹിക്കുന്നവർക്കായി 30ലധികം കമ്പനികളിലേക്ക് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വിദ്യാഭ്യാസം കുറഞ്ഞ ആൾക്കാർക്കും വരെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഇതുപോലെ നാട്ടിലും വിദേശത്തുമായിട്ടുള്ള നിരവധി തൊഴിലവസരങ്ങൾ നമ്മുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ജോബ് കാറ്റഗറീസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. മാക്സിമം നെക്സ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾ അന്വേഷിക്കുന്ന ജോബ് നോട്ടിഫിക്കേഷൻ മിസ്സാകാതിരിക്കാൻ വീഡിയോ ഒന്ന് പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ദുബായിലെ ലീഡിംഗ് ഹോട്ടലിലേക്ക് വന്നിരിക്കുന്ന ഫീമെയിൽസിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ അക്കൗണ്ട്സ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 35 വയസ്സിൽ താഴെയാണ്. കൂടാതെ എക്സ്പീരിയൻസ് ഇൻ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് എന്നൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സലൻറ്റ് സാലറി, അക്കോമഡേഷൻ, ബാക്കി എല്ലാ ബെനിഫിറ്റ്സും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. മൊബൈൽ നമ്പറും മെയിൽ ഐ ഡിയും വീഡിയോയിൽ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് സൗദി അറേബ്യയിലെ സ്റ്റാർബക്സ് കഫേയിലേക്ക് വന്നിരിക്കുന്ന ബാരിസ്റ്റ കോഫി മേക്കർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്കുള്ള വേക്കൻസീസ് ആണ്. ഓൺലൈനായിട്ടാണ് ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 38 വയസ്സിലാണ്. CV സെൻഡ് ആയിട്ടുള്ള നമ്പർ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് കുവൈത്തിലെ ഡെലിവറി കമ്പനിയിലേക്ക് ഡെലിവറി ബോയ്സിൻ്റെ ആവശ്യമുണ്ട്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 4 തീയതി സൺഡേ ആണ് നടക്കുന്നത്. ലൊക്കേഷനും ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഒമാനിലേക്ക് വന്നിരിക്കുന്ന ഫീമെയിൽ ഫാർമസിസ്റ്റിൻ്റെ വേക്കൻസീസ് ആണ്. ഫ്രീ അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓഗസ്റ്റ് 10 മുമ്പായി വീഡിയോയിൽ നൽകിയിരിക്കുന്ന മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓഫീസ് ബോയ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 4, 5 തീയതികളിലായി കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഖത്തറിലെ എയർപോർട്ട് പ്രൊജക്റ്റിലേക്ക് വന്നിരിക്കുന്ന സ്ട്രക്ചറൽ ഫാബ്രിക്കേറ്റർ, ഫിനിഷിംഗ് കാർപ്പൻറ്റേഴ്സ്, ഫിറ്റേഴ്സ്, IT എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഇതിൽ ഫിറ്റർ IT എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 5 തീയതി കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന ഷെഫ്, CDP, DCDP, കൊമ്മി, ബാരിസ്റ്റ എന്നിങ്ങനെ കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. സാലറി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 2 വീക്കിനായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന 2 to 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ള സോസ് ഷെഫിൻ്റെ വേക്കൻസീസ് ആണ്. ഹോട്ടൽ മാനേജ്മെൻ്റ് ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഖത്തർ, ഒമാൻ, കുവൈത്ത്, സൗദി പോലുള്ള രാജ്യങ്ങളിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാഫ് നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് BSc നഴ്സിംഗ്, GNM നഴ്സിംഗ് എന്നിങ്ങനെയാണ്. മിനിമം 1 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. CV സെൻഡ് ആയിട്ടുള്ള വാട്സാപ്പ് നമ്പർ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് UAE പ്രമുഖ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിരിക്കുന്ന വെയിറ്റർ, ക്ലീനർ, കാഷ്യർ, കുക്ക്, ചിക്കൻ കട്ടർ, ബീഫ് കട്ടർ, ഫിഷ് കട്ടർ, പൊറോട്ട ആൻഡ് ദോശ മേക്കർ എന്നിങ്ങനെ കാറ്റഗറികളിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. എക്സ്പീരിയൻസ്, ഏജ് ലിമിറ്റ് കാര്യങ്ങളൊക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന ഓട്ടോ ഇലക്ട്രീഷ്യൻ, ഓട്ടോ AC ടെക്നീഷ്യൻ എന്നിങ്ങനെ കാറ്റഗറികളിൽ വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. മിനിമം 3 ഇയർ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫ്രീ ഫുഡ്, അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 മുതൽ 35 വയസ്സിലാണ്. അപ്ലൈ ചെയ്യുന്നതിനായി നിങ്ങളുടെ CV വീഡിയോയിൽ നൽകിയിരിക്കുന്ന നമ്പറിലേക്ക് ഓഗസ്റ്റ് 6 മുമ്പായി സെൻഡ് ചെയ്യുക. അടുത്തത് സൗദി അറേബ്യയിലേക്ക് വന്നിരിക്കുന്ന IT സപ്പോർട്ട് എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ റെലവൻറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ മിനിമം 3 to 5 ഇയർ എക്സ്പീരിയൻസും ഇന്ത്യയിൽ വേണമെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 21 മുതൽ 35 വയസ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. ബാക്കി റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ് അലവൻസ് എല്ലാം കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ലോജിസ്റ്റിക് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ട്രെയിലർ ഡ്രൈവേഴ്സിൻ്റെ 100 വേക്കൻസീസിലേക്കുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഇന്ത്യൻ ലൈസൻസ് ഉള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 മുതൽ 45 വയസ്സിലാണ്. ഫ്രീ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 3 വീക്കിനായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് കുവൈത്തിലെ ഫുഡ് ഡെലിവറി കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന ബൈക്ക് റൈഡറിൻ്റെ 100 വേക്കൻസീസും കാർ റൈഡറിൻ്റെ 100 വേക്കൻസീസിലേക്കുമുള്ള റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 21 മുതൽ 35 വയസ്സിലാണ്. കൂടാതെ ഫ്രീ അക്കോമഡേഷൻ, ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 7 തീയതി കാലിക്കറ്റ് വെച്ചിട്ടാണ് നടക്കുന്നത്. ബാക്കി ലൊക്കേഷൻ ഡീറ്റെയിൽസും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ പ്രമുഖ F&B കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റിൻ്റെ ആവശ്യമുണ്ട്.
2500 മുതൽ 3500 റിയാലാണ് സാലറി വരുന്നത്. കൂടാതെ ഏജ് ലിമിറ്റ് 23 മുതൽ 40 വയസ്സ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എം.കോം അല്ലെങ്കിൽ ബി.കോം ക്വാളിഫിക്കേഷനുള്ള F&B ഓഡോ ERP സിസ്റ്റം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഒമാനിലെ ബദർ അൽ സാമ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാഫ് നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 18, 19 തീയതികളിലായി കൊച്ചിയിൽ വെച്ചിട്ടായിരിക്കും നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് UAE-ലെയും ഒമാനിലെയും ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്ന സെയിൽസ്മാൻ, ടൈലർ, ഇലക്ട്രീഷ്യൻ എന്നിങ്ങനെ 3 കാറ്റഗറികളിലായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. എക്സ്പീരിയൻസ്, ഏജ് ലിമിറ്റ് ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ദുബായിലേക്ക് വന്നിരിക്കുന്ന ടെലികോളർ, ഫീമെയിൽ, HSC ട്രെയിനർ എന്നിങ്ങനെ 2 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ, റെസ്പോൺസിബിലിറ്റീസ് എല്ലാം വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കി കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഒമാനിലേക്ക് വന്നിരിക്കുന്ന മെയിൽ നഴ്സസിൻ്റെ വേക്കൻസീസ് ആണ്. GNM ഓർ BSc ഉള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഖത്തറിലെ അറബി വീട്ടിലേക്ക് അറബിക് കുക്കിൻ്റെ ആവശ്യമുണ്ട്. മിനിമം 4 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ഖത്തറിലേക്ക് വന്നിരിക്കുന്ന ഹൗസ് ഡ്രൈവേഴ്സിൻ്റെ വേക്കൻസീസ് ആണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 22 മുതൽ 45 വയസ്സ് വരെയാണ്. കൂടാതെ ഖത്തർ ലൈസൻസ് നിർബന്ധമാണ്. അത് വാലിഡ് ആണെങ്കിലും എക്സ്പയർഡ് ആണെങ്കിലും കുഴപ്പമില്ലാന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് സൗദി അറേബ്യയിലെ ലീഡിംഗ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന QC മെക്കാനിക്കൽ ഇൻസ്പെക്ടേഴ്സ്, QC വെൽഡിംഗ് ഇൻസ്പെക്ടേഴ്സ്, QC സിവിൽ ഇൻസ്പെക്ടേഴ്സ്, QC മെക്കാനിക്കൽ സൂപ്പർവൈസേഴ്സ് എന്നിങ്ങനെ 4 കാറ്റഗറികളായി വന്നിരിക്കുന്ന വേക്കൻസീസ് ആണ്. ഫ്രീ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന മെൻഷൻ ചെയ്തിട്ടുണ്ട്. മിനിമം 5 ഇയർ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്പീരിയൻസ് ആണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ആരാംകോ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മോർ പ്രിഫറൻസും ഉണ്ട്. മെയിൽ ഐഡിയും വാട്സാപ്പ് നമ്പറും വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. അടുത്തത് ദുബായിലെ തോഷിബയിലേക്ക് വന്നിരിക്കുന്ന എലവേറ്റർ ടെക്നീഷ്യൻ്റെ വേക്കൻസീസ് ആണ്. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 7 തീയതി ആയിരിക്കും നടക്കുന്നത്. ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 22 മുതൽ 45 വയസ്സ് വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് ദുബായിലെ ഫെസിലിറ്റി മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് വന്നിരിക്കുന്ന നിരവധി കാറ്റഗറികളായിട്ടുള്ള വേക്കൻസീസ് ആണ്. വേക്കൻസി, സാലറി ഡീറ്റെയിൽസ് എല്ലാം വീഡിയോ നൽകിയിരിക്കുന്നത് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിലേക്കുള്ള ഇൻ്റർവ്യൂ ഓഗസ്റ്റ് 11, 12 തീയതികളിലായി കൊച്ചിയിലും കൊല്ലത്തും വെച്ചിട്ടാണ് നടക്കുന്നത്. ഓരോ ലൊക്കേഷനുമുള്ള കോൺടാക്ട് നമ്പറും വീഡിയോ നൽകിയിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് നോക്കുക.